ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു പ്രത്യേക മസാലക്കൂട്ടിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. വീക്കെൻഡുകളിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 3 വലിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് കൂടുതലായും വേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള കുറച്ച് കൂടുതൽ വേണം. ഇനി ഈ സവാള ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. വേഗത്തിൽ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 6-7 ചെറുള്ളി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായി നുറുക്കി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10-12 വെളുത്തുള്ളി അല്ലിയും ഇതിലേക്ക് ചേർക്കാം. ഇനി എരിവിന് വേണ്ട പച്ചമുളക് ചേർക്കാം. അതിനു വേണ്ടി ഒരു 4-5 പച്ചമുളക് ഇടത്തരം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. സ്പൂണിൽ നല്ല കൂമ്പനെ മല്ലിപ്പൊടി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. ഇതിലേക്ക് 2 കഷ്ണം പട്ട ചേർക്കാം. ഒരു 3 ഏലക്കായും ഇതിലേക്ക് ചേർക്കാം. 6-7 ഗ്രാമ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. ഒരു കൈപ്പിടിയും നിറയെ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടുതൽ ചേർക്കും തോറും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണം. അപ്പം ഞാനത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തു. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് 2 ടീസ്പൂൺ വെള്ളമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അരച്ചെടുത്തതാണിത്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സവാള മൊരിഞ്ഞൊന്ന് നോക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഫ്രൈ ആയി കിട്ടണം. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. ഇതിലേക്ക് ഇനിയും നമ്മൾ ഇപ്പോൾ അരച്ചെടുത്ത മസാല അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നിന്നെല്ലാം സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർക്കാതെ നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അവസാനം നമ്മൾക്ക് മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മുരിഞ്ഞ സവാളയുമായി മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണ തെളിയോളം ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ മസാല പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിലാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്കിനി ചിക്കനാണ് ചേർക്കേണ്ടത്. ഞാൻ 1 കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ആ ചിക്കൻ കഷ്ണങ്ങളെല്ലാം മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ഈ കഷ്ണങ്ങളിൽ പൊതിയോളം മിക്സ് ചെയ്യാം. അതിനുശേഷം ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വെള്ള നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല വെള്ള നിറമായിട്ട് മാറിയിട്ടുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ ഈ കഷ്ണങ്ങളിൽ പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ മസാലയുമായി ഒന്ന് മിക്സ് ചെയ്യാം. തിളച്ച ചൂടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമെങ്കിലും ഒഴിക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ചേർക്കാം. മസാലയൊക്കെ ഒന്ന് അഴിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേകാനുള്ള വെള്ളവും ഈ മസാലയൊക്കെ നല്ലതുപോലെ കുക്കായി കുറുകി വരുന്ന പാകത്തിൽ വെള്ളം ഒഴിക്കണം. ഇപ്പം ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ.
ഞാൻ നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് ചേർത്തത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ചിക്കനെല്ലാം നല്ലതുപോലെ വെന്ത് ഈ ഗ്രേവിയെല്ലാം നല്ലതുപോലെ കുറുകുന്നത് വരെ വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇതിന് വേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി നല്ല കുറുകിയ പാകത്തിലായിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ നല്ല പൊതിഞ്ഞ രൂപത്തിലാണ് ഇതിരിക്കുന്നത്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സോയ സോസാണ്. ഞാൻ 2 ടീസ്പൂൺ സോയ സോസ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോയ സോസ് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസാണ്. ഞാനത് 5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 5 ടീസ്പൂൺ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 2 സോസും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയ മസാലയും, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ചിക്കൻ കറിയുടെ. ഇതുപോലെ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചിരിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. മല്ലിയില ഞാനിത് കട്ട് ചെയ്യാൻ മറന്നുപോയി. 1 സെക്കൻഡ് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരാം. നിങ്ങൾ ബോറടിച്ചില്ലല്ലോ അല്ലേ? ഇപ്പം ഞാൻ ആ മല്ലിയില വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കത് തൂവി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഏകദേശം 1 കപ്പോളം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില കൂടുതൽ ചേർക്കുന്നത് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചിക്കൻ കറിയുടെ മസാല തയ്യാറാക്കിയപ്പോഴും നമ്മൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഏകദേശം അത്രയും തന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള ഈ ചിക്കൻ കറി റെഡിയായി. നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. വളരെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഇതിൻ്റെ ഗ്രേവിയാണ് വളരെ ടേസ്റ്റി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പം, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഗീ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് വീക്കെൻഡുകളിൽ ഇത് തയ്യാറാക്കി വെച്ചാൽ ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും നല്ലതാണ്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ ചീത്താവാതെ ഇരിക്കും. അപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിൽ രാവിലെ ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും കൂടി ഉണ്ടാക്കിയാൽ ഈ ചിക്കൻ കറിയും കൂടി വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്